ഞാനൊരു MSc സൈക്കോളജി സ്റ്റുഡൻ്റ് ആണ്. ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന കാര്യം ഇപ്പോൾ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് സംസാരിക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പറയാനുള്ളത് വയനാടിനെ കുറിച്ച് തന്നെയാണ്. തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം, വേദനാജനകമായ ഒരു കാര്യം ആണ് ഫേസ് ചെയ്തത്. പിന്നെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം തികച്ചും അഭിമാനകരമായ ഒരു സംഭവം തന്നെയാണ്. മലയാള മനോരമ ന്യൂസ് പേപ്പറിന്റെ ഈ ഒരു വയനാടിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തലക്കെട്ട് ഇപ്രകാരമായിരുന്നു: കഥയല്ല അതിജീവനം. ഇത് തന്നെയാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തതും. ശരിക്കും ഈ സർവൈവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ജീവനോടെ ആ ദുരിതം അനുഭവിച്ച് ജീവനോടെ ഉള്ളവര്, അവർ ഫിസിക്കലിയാണ് സർവൈവ് ചെയ്ത് വന്നേക്കുന്നത്. എനിക്ക് ക്വസ്റ്റ്യൻ പോകുന്നത്, അവർ മെന്റലി സർവൈവ് ചെയ്തിട്ടുണ്ടോ, ചെയ്യാൻ എത്രത്തോളം സമയമെടുക്കും, ഇനി റിക്കവർ ചെയ്യാൻ സാധിക്കില്ലേ? അങ്ങനെ റിക്കവർ ചെയ്താൽ മാത്രമാണ് അവർക്ക് ഇനിയുള്ള ലൈഫ് കുറച്ചെങ്കിലും മനോഹരമാക്കാൻ സാധിക്കുള്ളൂ. അത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ സർവൈവേഴ്സ് ആയിട്ട് അടുത്ത് ഇടപഴകണ ഒരു റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അവർക്ക് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഇവരുടെ അടുത്ത് അപ്രോച്ച് ചെയ്യും, എന്ത് ആശ്വാസ വാക്കുകളാണ് ഇപ്പോൾ പറയേണ്ടത് എന്ന് അവർക്ക് അറിയാത്തൊരു കാര്യം തന്നെയാണ്. ആൻഡ് നല്ല രീതിയിൽ ഇതിനെ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ നമുക്കൊരു ഇമോഷണൽ ബ്രേക്ക് ഡൗണിൽ നിന്ന് കരകയറ്റാൻ സാധിക്കും. റിസർച്ച് സ്റ്റഡീസ് എല്ലാം പറയുന്നത്, ഈ ഒരു ഡിസാസ്റ്റർ കണ്ടതിന് ശേഷം, ഒരു ട്രോമ ഫേസ് ചെയ്തതിനു ശേഷം സൂയിസൈഡ് റേറ്റ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്ന ആളുകളുടെ എണ്ണം കൂടാം. നമുക്ക് ഫിസിക്കലി മാത്രമാണ് അവരെ നമുക്ക് സഹായിക്കാൻ സാധിക്കുക ഒരു പരിധി വരെ. മെറ്റീരിയൽ, ഫിസിക്കൽ നീഡ്സ്, കാശായിട്ടും വസ്ത്രങ്ങളായിട്ടും വീട് വെച്ച് കൊടുത്തിട്ടാണ്. എന്നാൽ അവർക്കൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, മെന്റലി അവരൊന്ന് അസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ലൈഫ് ലോങ് ആ ഒരു എഫക്ട് ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവരെ ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാൻ വിട്ടേക്കാം. കരയാനാണെങ്കിൽ കരയാൻ വിട്ടേക്കാം, ദേഷ്യപ്പെടാനാണെങ്കിൽ ദേഷ്യപ്പെടാൻ വിട്ടേക്കാം. സോ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ. രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു പേനയോ പേപ്പറോ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അത് ഉപയോഗിച്ച് അവരുടെ ഇനിയും ഒരുമിച്ച് ജീവിച്ച് കൊതി തീരാത്ത ഒരുപറ്റം ആളുകളെ നഷ്ടപ്പെട്ടവരാണ് അവര്. അപ്പോൾ അവരോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ, അവർക്കുണ്ടായ തോട്ട്സ്, വിഷമങ്ങളെല്ലാം അതിനകത്ത് അവർ എഴുതി വെക്കുമ്പോൾ, സ്വയമായിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ, അതിനുള്ള സൗകര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ചെങ്കിലും അവർക്ക് ആശ്വാസം ചെയ്യാൻ സാധിക്കുന്നത് ലിസൺ ചെയ്യുക എന്നതാണ്. അവരെ യാതൊരു മുൻവിധികളും കൂടാതെ, ജഡ്ജ്മെന്റും കൂടാതെ അവരെ നന്നായി ഒന്ന് ശ്രദ്ധിക്കാം. അവരോട് കൂടുതലായിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് പറയാനുള്ളത് നമ്മൾ കേട്ടിരിക്കാം, നന്നായിട്ടൊന്ന് ശ്രമിക്കാം. ഇനി അടുത്തത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കൂട്ടം ആളുകളുണ്ട്, രക്ഷാപ്രവർത്തകരാണ്. അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്, അവർ നന്നായിട്ട് ഇമോഷണലി മെന്റലി സ്ട്രെസ് അനുഭവിച്ചിട്ടാണ് അവർ ആ വർക്ക് ചെയ്യുന്നത്. കാരണം ചേതനയേറ്റ ശരീരങ്ങളും അവരെ അതെല്ലാം കണ്ടുപിടിച്ചിട്ട് ആ ഒരു രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ അവരുടെ ഡിസ്ട്രെസ്സിനെ എങ്ങനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാം എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട്. അവരായിട്ട് ചേർന്ന് നിൽക്കുന്ന ക്ലോസ് റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, ഒരു നല്ല രീതിയിൽ ഒന്ന് ഹഗ് ചെയ്യുന്ന, കെട്ടിപ്പിടിച്ചിട്ട് നീ ഓക്കെ അല്ലേ, നീ ചെയ്യുന്ന ഡ്യൂട്ടി അടിപൊളി വാല്യുബിൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനൊന്ന് അപ്രിഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും അവർക്ക് അതിൽ നിന്ന് ഒരു ആശ്വാസം കിട്ടും. ആൻഡ് ഡിസ്ട്രെസ് അവർക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും. എല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു.